കേരളത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക ചരിത്രത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി.ഡി. സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും മുൻ സർക്കാർ അവശേഷിപ്പിച്ചു പോയ ഭീമമായ കടബാധ്യതകളുടെയും നടുവിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടത്. എങ്കിലും വികസന മുരടിപ്പിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടാതെ ദീർഘവീക്ഷണത്തോടെയുള്ള വൻകിട പദ്ധതികളും സാധാരണക്കാരന് ആശ്വാസമേകുന്ന ക്ഷേമ പദ്ധതികളും കോർത്തിണക്കിയാണ് ബഡ്ജറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സദ്ഭരണവും സഹാനുഭൂതിയും എന്ന പ്രമേയത്തിലൂന്നി തയ്യാറാക്കിയ ഈ പുതിയ ബഡ്ജറ്റിലൂടെ പുതിയുഗ കേരളപ്പിറവി യാഥാർത്ഥ്യമാക്കുകയാണ് സർക്കാരിന്റെ അന്തിമ ലക്ഷ്യം. മുൻ സർക്കാർ ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് പാസാക്കിയിരുന്നതിനാലാണ് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അധികാരമേറ്റ UDF സർക്കാർ തങ്ങളുടെ നയങ്ങളും വാഗ്ദാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പുതിയ ബഡ്ജറ്റ് സഭ സമക്ഷം സമർപ്പിച്ചത്. ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും ആകർഷകമായും തന്ത്രപരവുമായ പ്രഖ്യാപനം കേരളത്തിന്റെ വിപുലമായ തീരദേശ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ഒരു അന്താരാഷ്ട്ര പോർട്ട് സിറ്റി അഥവാ മാരിടൈം സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാനുള്ള സമഗ്ര പദ്ധതിയാണ് ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ 600 കിലോമീറ്റർ നീളമുള്ള തീരദേശം, നിലവിലുള്ള 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, കൊച്ചിയിലെ അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് മിഷൻ സമുദ്ര എന്ന വൻകിട പദ്ധതി പ്രഖ്യാപിച്ചു. ഈ പദ്ധതിയുടെ പ്രാഥമിക ഘട്ട പ്രവർത്തനങ്ങൾക്കായി 400 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. റോഡ്, റെയിൽവേ, സമുദ്രപാതകൾ, ഉൾനാടൻ ജലപാതകൾ എന്നിവയെ ഉൽപാദന മേഖലകളുമായും പുതിയ ഗ്രീൻഫീൽഡ് സിറ്റികളുമായും ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖലയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വികസിപ്പിക്കും. സംസ്ഥാനത്തിന്റെ മാരിടൈം സാധ്യതകൾക്ക് കൃത്യമായ ദിശാബോധം നൽകാൻ പുതിയ കേരള മാരിടൈം പോളിസി രൂപീകരിക്കും. കേരളത്തിന്റെ സമുദ്ര പാരമ്പര്യവും ചരിത്രവും സംരക്ഷിക്കുന്നതിനായി ഒരു മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പൂർണ്ണമായ വാണിജ്യ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബഡ്ജറ്റിൽ വലിയ ഊന്നലും നൽകിയിട്ടുണ്ട്. ഹബ്ബുകളിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനം. വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിലേക്കുള്ള ചരക്ക് നീക്കം സുഗമമാക്കുന്നതിന് വേണ്ടി ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ട്റിംഗ് റോഡ് എന്നിവയ്ക്കായുള്ള സ്ഥലമേറ്റെടുപ്പ് നടപടികളും നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ വേഗത്തിലാക്കും. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റുമായി പ്രത്യേക നിർമ്മാണ മേഖലകൾ, ചരക്കുകൾ തരംതിരിക്കാനുള്ള സ്റ്റഫിംഗ് സെന്ററുകൾ, ഉൾനാടൻ ചരക്കു നീക്കത്തിനുള്ള ഡ്രൈ പോർട്ടുകൾ എന്നിവ സ്ഥാപിക്കും. പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങൾ കപ്പലുകൾക്ക് ലഭ്യമാകുന്ന ഗ്രീൻ ബാങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തും. വൻകിട മദർഷിപ്പുകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ലക്ഷ്യമിട്ട് വിഴിഞ്ഞത്ത് ഒരു കപ്പൽ നിർമ്മാണ കേന്ദ്രവും സ്ഥാപിക്കും. ഈ പദ്ധതികളിലൂടെ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ തീരദേശ മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രത്യേക തൊഴിൽ സംവരണം ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനവും സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതാണ്. കേരളത്തെ ചരക്കു നീക്കത്തിന്റെ ഹബ്ബായി മാറ്റാനും പുതിയ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ബഡ്ജറ്റിലെ മറ്റ് വ്യവസായ നിർദ്ദേശങ്ങൾ. കേരളത്തിലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയും പ്രധാന ലോജിസ്റ്റിക്സ് ഹബ്ബുകളാക്കി മാറ്റുന്നതിന് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 200 കോടി രൂപ മാറ്റിവെച്ചു. ഇതിന്റെ ഭാഗമായി വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ, പൈലറ്റ് പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ ആരംഭിക്കും. കൂടാതെ കൊച്ചി വിമാനത്താവളത്തിന് അനുബന്ധമായി ഒരു അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററും സ്ഥാപിക്കും. ചെറുതും ഇടത്തരവുമായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവയ്ക്ക് സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനുമായി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച് 100 കോടി രൂപ അനുവദിച്ചു. ചുവപ്പ് നാടകൾ ഒഴിവാക്കി വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പുതിയ നിക്ഷേപകരെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിനായി ഏകജാലക സംവിധാനത്തോടെയുള്ള ഇൻവെസ്റ്റ് കേരള സെൽ രൂപീകരിക്കും. തന്ത്രപ്രധാനമായ റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് പദ്ധതിക്കായി 100 കോടി രൂപയും തെക്കൻ കേരളത്തിന്റെ വ്യവസായ വളർച്ച ലക്ഷ്യമിട്ടുള്ള സതേൺ കേരള കോറിഡോറിനായി 50 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ബഡ്ജറ്റിന്റെ വികസന കാഴ്ചപ്പാടുകൾ വിവരിക്കുമ്പോൾ തന്നെ സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രവും ധനമന്ത്രി സഭയിൽ വെച്ചിട്ടുണ്ട്. കേവലം രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ധനകാര്യ യാഥാർത്ഥ്യങ്ങളെ സർക്കാർ എത്ര ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഭാഗം. കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതത്തിലും ഗ്രാന്റുകളിലും 20,500 കോടി രൂപയുടെ ഭീമമായ കുറവുണ്ടായതായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ മറ്റ് പല വികസിത സംസ്ഥാനങ്ങളെക്കാളും താഴെയാണ് കേരളത്തിന്റെ തനത് നികുതിയേതര വരുമാന വളർച്ചാ നിരക്ക്. നിലവിൽ സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണ്. സംസ്ഥാനത്തിന്റെ മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 77% ചിലവഴിക്കുന്നത് ശമ്പളം, പെൻഷൻ, കടമെടുത്തതിന്റെ പലിശ തുടങ്ങിയ നിർബന്ധിത ചിലവുകൾക്കാണ്. ഇതിൽ റവന്യൂ വരുമാനത്തിന്റെ 20.9% പലിശ അടവുകൾക്ക് മാത്രമായാണ് ഉപയോഗിക്കുന്നത്. വരാനിരിക്കുന്ന പുതിയ ശമ്പള പരിഷ്കരണം ഈ ബാധ്യതയും ഇനിയും വർദ്ധിപ്പിക്കും. മുൻ സർക്കാർ യഥാർത്ഥ വരുമാന സ്രോതസ്സുകൾ കണക്കിലെടുക്കാതെ
നൽകാതെ പദ്ധതി അടയ്ക്കൽ 35,750 കോടി രൂപയായി നിശ്ചയിച്ചത് പ്രതിസന്ധി കൂട്ടി. ഇതിന് പുറമെ നിലവിലുള്ള ബാധ്യതകൾ ഇവയാണ്: ക്ഷാമബത്ത കുടിശ്ശിക 2,670 കോടി രൂപ, ക്ഷേമ പെൻഷൻ കുടിശ്ശിക 14,387 കോടി രൂപ, ബിൽ ഡിസ്കൗണ്ടിംഗ് കുടിശ്ശിക 3,431 കോടി രൂപ, മാറ്റിവെക്കപ്പെട്ട മറ്റ് ബാധ്യതകൾ 9,245 കോടി രൂപ, കിഫ്ബി വഴി എടുത്ത വായ്പകളുടെ തിരിച്ചടവിനായി മാത്രം 20,000 കോടി രൂപയുടെ ബാധ്യത നിലവിലുണ്ട്. കിഫ്ബിയുടെ നിലവിലെ സാമ്പത്തിക ബാധ്യതകൾ കണക്കിലെടുത്ത് അതിന്റെ പ്രവർത്തന രീതി കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച സമഗ്രമായ പുനഃസംഘടന നടത്തുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സാമ്പത്തികമായി ഇത്രയേറെ ഞെരുക്കത്തിലൂടെ കടന്നുപോകുമ്പോഴും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല എന്നത് ഈ ബഡ്ജറ്റിനെ സവിശേഷമാക്കുന്നു. കരുതൽ എന്ന വാക്ക് അനർത്ഥമാക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് ജനക്ഷേമ മേഖലയിലുള്ളത്. തിരഞ്ഞെടുപ്പ് വേളയിൽ UDF മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ പലതും ഇതിനോടകം തന്നെ സർക്കാർ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെയുള്ള സൗജന്യ യാത്രാ സൗകര്യം ഇതിൽ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ അംഗനവാടി ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചതും ബഡ്ജറ്റ് പ്രസംഗത്തിൽ പരാമർശിച്ചു. മുൻ സർക്കാർ കുടിശ്ശികയാക്കിയ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിനൊപ്പം UDFന്റെ പ്രധാന വാഗ്ദാനമായ ക്ഷേമ പെൻഷൻ 2,000 രൂപയിൽ നിന്ന് 3,000 രൂപയാക്കി ഉയർത്തുമെന്ന പ്രഖ്യാപനവും ബഡ്ജറ്റിലുണ്ട്. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ഇത് വിവിധ ഘട്ടങ്ങളിലായിട്ടായിരിക്കും നടപ്പിലാക്കുക. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കുമായി പ്രതിമാസം 1,000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പ്രത്യേക പദ്ധതിയും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. ഇത് പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി കേരളത്തിലെ യുവാക്കൾ വൻതോതിൽ വിദേശത്തേക്ക് കുടിയേറുന്ന പ്രവണത തടയാൻ ബഡ്ജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുമുണ്ട്. യുവാക്കൾക്ക് നാട്ടിൽ തന്നെ മികച്ച തൊഴിലവസരങ്ങളും സ്റ്റാർട്ടപ്പ് പശ്ചാത്തലവും ഒരുക്കാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കും. കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന വയോജന ജനസംഖ്യയെ കണക്കിലെടുത്ത് അവർക്കായി പ്രത്യേക ആരോഗ്യ പരിരക്ഷാ പദ്ധതികളും സാമൂഹ്യ സുരക്ഷാ വലയങ്ങളും ബഡ്ജറ്റിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. വരുമാനവും ചെലവും തമ്മിലുള്ള വലിയ അന്തരം നിലനിൽക്കുമ്പോഴും വികസന മുരടിപ്പിലേക്ക് പോകാതെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനുള്ള ശ്രമമാണ് ധനമന്ത്രി VD സതീശൻ ഈ ബഡ്ജറ്റിലൂടെ നടത്തിയിരിക്കുന്നത്. ഒരു വശത്ത് മിഷൻ സമുദ്ര പോലെയുള്ള വൻകിട അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലൂടെ സംസ്ഥാനത്തിന്റെ ഭാവി വരുമാന സ്രോതസ്സുകൾക്ക് അടിത്തറയിടുമ്പോൾ, മറുവശത്ത് പെൻഷൻ വർധനവും സ്ത്രീ യുവജനക്ഷേമ പദ്ധതികളിലൂടെയും സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്ക് താങ്ങാവാനും ബഡ്ജറ്റിന് കഴിയുന്നുണ്ട്. ചുരുക്കത്തിൽ കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും വളർച്ചയും കരുതലും ഒരുപോലെ സാധ്യമാകുന്ന വരാനിരിക്കുന്ന 5 വർഷത്തെ UDF ഭരണത്തിന്റെ കൃത്യമായ വികസന റോഡ് മാപ്പാണ് ഈ പുതിയ ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെയും അഴിമതിരഹിതമായ സദ്ഭരണത്തിലൂടെയും ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു പുതിയ കേരളപ്പിറവിക്ക് ഈ ബഡ്ജറ്റ് സാക്ഷ്യം വഹിക്കും.